നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു പ്രൊജക്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. എങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. മനോഹരമായൊരു വില്ല പ്രൊജക്റ്റാണിത്. ഈ ഒരു ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാട് അടുത്തുള്ള പുക്കാട്ടുപടിക്ക് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന നല്ലൊരു മനോഹരമായ വില്ല പ്രൊജക്റ്റിലെ നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതാണ്ട് 10ഓളം വീടുകളടങ്ങിയ മനോഹരമായൊരു വില്ല പ്രൊജക്റ്റാണിത്. നല്ല വീതി കൂടിയ ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയ റോഡ് സൗകര്യം നൽകിയിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷൻ നിന്നും കാക്കനാടുള്ള ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ ദൂരമാണ് വരുന്നത്. ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ ദൂരവും, ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ ദൂരവും, എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ ദൂരവുമാണ് വരുന്നത്. നമ്മൾ ഈ കാണുന്ന മനോഹരമായ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീട് വരുന്നത് 5 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 2000ഓളം സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ കോമ്പൗണ്ട് വാളും സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. കടുപ്പാക്കല്ലുകൾ വിരിച്ച് മനോഹരമാക്കിയതാണ് മുറ്റം. ഗാർഡനുകളെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നു. നല്ല സ്പേഷ്യസ് ആയ ഒരു മുറ്റമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വീടിൻ്റെ സൈഡ് വശത്ത് നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയി തന്നെയാണ് സെറ്റ് ബാക്ക് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. ഡബിൾ ഹൈറ്റിലാണ് ലിവിങ് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത ഈ ലിവിങ് സ്പേസിന് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. ലിവിങ് സ്പേസിൽ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ല നീളത്തിലാണ് ഈ ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിലായി കട്ട്ലറി, ക്രോക്കറി, ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. ഒരു 10 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിൽ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചണാണ് നമുക്കിവിടെയും ലഭിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിച്ചണോട് ചേർന്നതിന് ഒരു വർക്ക് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇവിടെ എല്ലാം ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഫിനിഷിലുള്ള ടൈൽസുകളാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂമാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് വരുന്നത്. അതിലെ ഫസ്റ്റ് ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ശ്രേയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരു ഡ്രസ്സിംഗ് ഏരിയ കൂടി അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായി ടഫൻ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. നല്ലൊരു നീളത്തിലുള്ള അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ധാരാളം വിൻഡോകൾ നൽകി വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ 3rd ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഡ്രസ്സിംഗ് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്. 4th ബെഡ്റൂമിലേക്ക് പോയാൽ ഈ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഇവിടെയും ലഭ്യമാണ്. ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകൾക്കും ഫോൾ സീലിംഗ് വർക്കുകളും മാത്രമല്ല സീലിംഗ് ഫാനുകളും നൽകിയിട്ടുണ്ട്. ഒതുങ്ങിയ രീതിയിൽ ഡ്രസ്സിംഗ് ഏരിയ എല്ലാം ഡിസൈൻ ചെയ്താണ് ഇവിടുത്തെ എല്ലാ ബെഡ്റൂമുകളും നിർമ്മിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിംഗ്സുകളൊക്കെ സെറ ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല വീഗാർഡിൻ്റെ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ടീക്വുഡും ആഞ്ചലിയുമാണ് ഈ വീടിൻ്റെ വുഡൻ വർക്കുകൾക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി ഏരിയയും നമുക്ക് ഈ വീടിന് അവൈലബിൾ ആണ്. 5 സെൻറ്റിൽ 2000ഓളം സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുകളായി വരുന്ന
ഈ മനോഹരമായ ഗേറ്റഡ് വില്ലകൾക്ക് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളാണ്. ഈ വീടുകൾ വിസിറ്റ് ചെയ്യാനോ സ്വന്തമാക്കാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീണ്ടും വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റു വീണ്ടും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.